ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഏറ്റവും വലുത് കിട്ടുന്നവൻ വിജയ്. അല്ലെങ്കിലും അങ്ങനെ തന്നെ. ഏറ്റവും വലുത് ആർക്കാണ് കിട്ടുന്നത് തന്നെയാണ് വിജയ്. ടൈല് ഹെഡ് ടോസ് ഞാൻ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ. ഓ മൈ ഗോഡ്, കൂലി. തലൈവർ 171 കൂലി സിനിമയുടെ ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാസ്റ്റിംഗ് പോയിട്ടുണ്ട്. ആർക്കൊക്കെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് കയറി മുട്ടിക്കോ. പിന്നെന്താ. ഓക്കെ, ലോകേഷ് കനകരാജ് തലൈവർ. രണ്ടാമത്തെ കിഴി ഗു സിനിമയുടെ റിലീസ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. മെയ് 9 പറഞ്ഞിരുന്നത് ഇപ്പം മെയ് 17 നീട്ടിയിട്ടുണ്ട് കേട്ടോ. മനു രാധാകൃഷ്ണൻ ഡയറക്ഷനിൽ സൈജു കുറുപ്പും ആ കുട്ടിയുടെ പേരെന്താ മറന്നുപോയി. നമ്മുടെ മാളികപ്പുറം കുട്ടി. സോറി മറന്നുപോയതാട്ടോ. സോറി മോളെ. ഓക്കെ, ദേവനന്ദ. ഓക്കെ, അടുത്ത കിഴി. ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താണ് ഉത്തരം പറയാമോ? കഴുതന്റെ കാര്യമല്ല, കുതിരന്റെ കാര്യം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ കഴുതാന്റെ കാര്യമായിരിക്കും വിചാരിച്ചു പോയതുകൊണ്ട് സോറി. അതാണ് പ്രശ്നം. മനസ്സിൽ നമ്മളെ കുറിച്ച് നമുക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. അല്ല, ഒരിക്കലല്ല. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന അത്ര നല്ലതല്ല. നല്ല കാര്യം. ഞാൻ പറഞ്ഞോ, ഞാനാണ് ഇപ്പൊ പറയണ്ടത്. ഉത്തരം പറ. അല്ല, ആരോ പറയാ. സിനിമയെ കുറിച്ചല്ലേ ചോദിച്ചേ, അല്ലാണ്ട് കടങ്കഥ ചോദിച്ചു കളിക്കാനല്ലോ. അതിന് ഉത്തരം ചോദിച്ചതാണ്. ഓക്കെ, ഓടും കുതിര ചാടും കുതിര. ഉത്തരം നിനക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓടും കുതിര ചാടും കുതിര സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫഫ, കല്യാണി പ്രിയദർശൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. വിനയ് ഫോർട്ട് ഉണ്ട് അല്ലേ? വിനയ് ഫോർട്ട് ഉണ്ട്, ലാലുണ്ട്. അങ്ങനെ വലിയൊരു ടീം, വലിയ താരനിര തന്നെ ഉണ്ട്. നമ്മുടെ അൽത്താഫ് സലീമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കൊള്ളാം, ഗംഭീരം. അൽത്താഫിന്റെ പുതിയ സിനിമ ഡയറക്ഷൻ നടക്കുന്നു, അടുത്തത് റിലീസിന് വെക്കുന്നു. എന്തൊക്കെയാണ് പിന്നെന്താ അടുത്തത്? വണങ്ങാൻ. അരുൺ വിജയ് നായകനാവുന്ന സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബാലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് ആരാ മനസ്സിലായില്ല, അടിച്ചു പഠിപ്പിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതുപോലെ ചെയ്യടാന്ന് പറഞ്ഞിട്ട് അടിക്കുക. എന്തായാലും ഫൈനൽ സ്റ്റേജ് കഴിയാനായിട്ടുണ്ട് സിനിമേന്റെ. കൊള്ളാം. ഓക്കെ, അപ്പോൾ അടുത്ത കിഴി. ഓക്കെ, ലിറ്റിൽ ഹേർട്സ്. ഷൈനികത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിമ്പിൾ സിബി. ആള് സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷെ അത് കടലാസ് രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കണ്ടില്ലേ? മലയും മരവും പിന്നെ കയ്യിലുള്ള വാളും ഒക്കെ കടലാസ് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പിടി മാത്രം ഒറിജിനല്ല. പിടി മരത്തിന്റെ കൊടുക്കണം നിർബന്ധമായിരുന്നു. അതെ, ആളെന്തായാലും സിമ്പിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. സിമ്പിൾ ആണെന്ന് നമുക്ക് അന്ന് നോക്കാം. ലിറ്റിൽ ഹേർട്സ്. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. വലുതാണ്. ആദിക് രവിചന്ദ്രൻ. ഒന്നുകൂടി പറഞ്ഞോ. ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. നമ്മുടെ തല അജിത്ത് നായകനാവുന്ന സിനിമ. സിനിമയിൽ മീനയോ സിമ്രാനോ ഒരു പ്രധാന വേഷത്തിലെത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ആദിക് രവിചന്ദ്രൻ. ഹരോം ഹര സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 31 സിനിമ റിലീസിനെത്തും. ഓക്കെ, സുധീർ ബാബു നായകനാകുന്ന സിനിമയാണ്. തെലുങ്കിൽ നിന്ന് ബിഗ്ഗി. കൊള്ളാം. അടുത്തത് ഓക്കെ, മെയ് 31 ഏതെങ്കിലും റിലീസ്. ആയിക്കോട്ടെ, പോരട്ടെ. സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ജൂണിൽ ഉണ്ടാകുമെന്നാണ് വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അടുത്ത കിഴി പോന്നോട്ടെ. തഗ് ലൈഫ്. കമൽ ഹാസൻ. പോരട്ടെ. തലൈവറും കമൽഹാസനും എൻ്റെ കൂടെ. ഉലക നായകൻ കമൽഹാസൻ നായകനാകുന്ന തഗ് ലൈഫ് സിനിമയിലെ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമ. ഓക്കെ,
എന്താ അല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. പോന്നോട്ടെ. നീ പറഞ്ഞോ. അജിത്ത്, ആ വിജയ് വിജയ്, ആ പക്ഷെ വിജയിന്റെ കോട്ടല്ലേ. ആ അരുൺ വിജയ്, ഇനി ആരൊക്കെ വേണം? യൂത്ത് ഫുള്ള് എന്റെ കൂടെ. എന്താണ് കൂലി, അതായത് ലോകേഷും ആ രജനികാന്തും. അതിനിപ്പോ എന്താ? അതിനോളം ഹൈപ്പുള്ള മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഇല്ല. എന്ത് നീ നോക്കിക്കോ, നോക്കിക്കോ റിലീസിന്റെ സമയത്തേക്ക് ഓക്കെ. ഇപ്പൊ തന്നെ നോക്കുന്നത്. അത് ഇപ്പൊ ഏറ്റവും ഇപ്പൊ അങ്ങനെ അടുത്തത് കേട്ടോ. ഗോട്ട്, ആ ഒരു അതായത് വിജയുടെ എല്ലാ സിനിമകളുടെ ഇതില്ലേ, അതില്ല. അത് റിലീസിംഗ് ആവുമ്പോഴത്തേക്ക് അതങ്ങ് ആയിക്കോളും. വെച്ചോക്കുന്നോ? വെറുതെ മേടിച്ച് കേട്ടണ്ട എല്ലാം കൂടി ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. വെറുതെ എന്തിനാ ലിയോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ, ടീസർ, അനൗൺസ്മെന്റ്, ഒന്നും നോക്കണ്ട. ഇതിന്റെ റീച്ച് നോക്കിയാൽ മതി. അതാ പറഞ്ഞേ, അതൊന്നും നോക്കണ്ട. റിലീസിംഗിന്റെ സമയമാകുമ്പോ എന്തായാലും കാര്യം പറയാം. തഗ് ലൈഫ് സിനിമയില് നമ്മുടെ കമൽഹാസൻ ഒരു സോങ്ങിന് ലിറിക്സ് ചെയ്യുന്നുണ്ട്. അത് ആള് തന്നെ കൺഫേം ചെയ്തു. ആളിത് വെറും 2 മണിക്കൂർ കൊണ്ടാണ് എഴുതിയെന്നുള്ളതാണ് കേട്ടത്. വെറും 2 മണിക്കൂർ. അടിപൊളി. അതും കൂടി പിടിച്ചോ. കങ്കുവ, കങ്കുവ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഉടൻ തന്നെ വരും എന്നാണ് പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതിലെ ഫസ്റ്റ് സോങ് പാടുന്നത് അനിരുദ്ധായിരിക്കും. DSP മ്യൂസിക്കില് മദൻ കർക്കി ലിറിക്സും. എന്താണ് ഇതായിരിക്കും? കങ്ക കങ്ക കങ്കുവ 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 അതിങ്ങനെ ആവർത്തിക്കും. നല്ലതാ. എന്ത് പുഷ്പ പുഷ്പ പുഷ്പ. അത് DSP. അതാ പറഞ്ഞേ, അത് വേറെ ലോകം, ഇത് വേറെ ലോകം. ഏത് ലോകത്തും ഉണ്ടയാണ്. എന്നിട്ട് എന്താ കങ്ക കങ്ക സൂപ്പർ അല്ലായിരുന്നു? അത് ഒറ്റ സാധനത്തിലല്ലേ പോകുന്നുള്ളൂ. പുഷ്പ എന്നുള്ളതാണ് സിനിമയുടെ പേര്. പുഷ്പ എന്ന് ആവർത്തിച്ചോണ്ടിരിക്കും. കങ്കുവ കങ്ക കങ്കുവ 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 അങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും. വേറെ വരികളൊന്നും വരില്ല. അതൊന്നും അല്ല പാട്ട് വരാൻ പോകുന്നത്. ഫസ്റ്റ് സിംഗിൾ ആരാ പറഞ്ഞ? ഫസ്റ്റ് സിംഗിൾ കങ്ക കങ്കയെന്ന്. എനിക്ക് കണ്ടിട്ട് ഇത് വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. എടുത്തോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. എന്താണ് ഈ കങ്ക കങ്കയാണ് ഫസ്റ്റ് സിംഗിൾ എന്ന് എന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറയുന്നോടാ, ഞാൻ ജയിക്കാൻ വേണ്ടി സൂര്യതയിൽ നിന്ന് ഞാൻ ജയിക്കാൻ വേണ്ടിയുള്ള കണ്ടന്റ് ഉണ്ടാക്കും. ഓക്കെ, അടുത്ത സ്വപ്നത്തിലേക്ക് സ്റ്റെപ്പ് കിട്ടുന്ന ആളാ. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ടർബോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ മെയ് 1 വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരില്ല. അത് പറയാനാണ്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇന്ന് അനൗൺസ് ചെയ്യും. ഓക്കെ, അതായത് പുതിയ റിലീസ് ഡേറ്റ് മെയ് 23 സിനിമ വരുന്നത്. അടുത്തത് മമ്മൂക്ക പൃഥ്വിരാജ് മൂവി. സിനിമയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലേക്ക് ജോജു ജോർജ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല, പക്ഷെ റൂമറുകൾ പ്രകാരം ജോജു ജോർജ് ആണ് കേട്ടോ. ഞങ്ങൾ ഉറപ്പായിരുന്നു അല്ലേ? ഇത് ഞങ്ങളുടെ ഉറപ്പാണെന്ന്. അപ്പൊ ടീച്ചറിന്റെ ഉറപ്പ് എന്തായി? ടീച്ചർ മെയ് 1 എന്നുള്ളത് നല്ല കാര്യമുണ്ട്. ഇത് അവർ മറന്നുപോയ കാര്യം കൂടി നീ എന്നത് നീ ഓർമ്മിപ്പിക്കാൻ നിൽക്കുന്നു. സത്യസന്ധരാണ്. സത്യസന്ധത കുറച്ച് കൂടിയാലും കുഴപ്പമാണ്. അത് ശരിയാണ്. ഓക്കെ, അടുത്ത കിഴി. വർഷങ്ങൾക്ക് ശേഷം കൊള്ളാം സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ വേൾഡ് വൈഡ്, അതായത് 18 ദിവസം കൊണ്ട് എത്രയെന്നറിയോ? 77.63 CR. അടുത്ത 100 കോടിയിൽ എത്തുമോ? 100 കോടിക്ക് സംശയമാണ്. ഒരു 80 എത്തുമായിരിക്കും. 80-85 ഉള്ളിലൊക്കെ പുതിയ റിലീസുകൾക്ക് സമയമായി. എന്താണെങ്കിലും അടുത്തത് ആവേശം 18 ദിവസത്തെ കളക്ഷൻ 127.5 CR. അപ്പൊ 127.5 CR. കേരളം എത്രയാണെന്ന് അറിയോ? 60 CR. 60 CR ആയി 18 ദിവസം കൊണ്ട്. പിന്നെ അല്ല. ഓക്കെ, അടുത്ത് ഓസ്കാർ ലെവൽ ആടുജീവിതം. അല്ല, പറഞ്ഞത് സത്യമാണ്, പക്ഷെ അത് മറ്റേ ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പരിപാടി ആയി പോയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോ കണ്ടിന്യൂ ചെയ്തോ. ആടുജീവിതം ഇതുവരെയുള്ള കളക്ഷൻ 155.41 CR.
7.2 CR അല്ലേ? 7.2 4.1 അത് കുറഞ്ഞോ? ഞാൻ നിനക്കൊരു സന്തോഷം ഇരിക്കട്ടെ എഴുതി. കുറച്ച് കണക്കുകൾ കുറയുന്തോറും നിനക്ക് സന്തോഷം കൂടും. എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയിട്ടുള്ളത്. ആടുജീവിതത്തിന്റെ കളക്ഷൻ ഇത്രയും പോരായിരുന്നു എന്ന് പറയുന്നു എന്നോർത്തിട്ട്. അതുപോലെ ഒരു 200 കോടിന്റെ മുകളിൽ തീർച്ചയായിട്ടും അതിനുള്ള മുതലുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയോ, പിന്നെ അതല്ല കോടികളല്ലല്ലോ സിനിമയുടെ. അതുമല്ല, വാല്യൂ എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പം മറ്റുള്ള ആ 2 സിനിമകൾ കൂടെ അതും വൻ വിജയമായി അതിന്റെ ഒപ്പം തന്നെ റിലീസ് ചെയ്തതുകൊണ്ടാണ്. എന്നിട്ടും ഇതിനുള്ളിൽ പിടിച്ചു വെക്കുന്നുണ്ടല്ലോ. 33 ദിവസമായി. മറ്റൊന്ന്, സിനിമ റിലീസിനെത്തിയത് നോമ്പിനാണ്. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, അതായത് പുറത്ത് GCC കൺട്രികളിലൊക്കെ ചില ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, ഇങ്ങനെയുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ആഘോഷിക്കാൻ പറ്റിയ സാധനമല്ല. അതെ, ഇങ്ങനെയുള്ള സിനിമയൊക്കെ 155 കോടി ഒരു കേരള മൂവി, മലയാള ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമ വേറെ ലെവല്. നമ്മൾ വേറെ ലെവലാണ്. സിനിമയും സിനിമാ പ്രേക്ഷകരും. അതാ പറഞ്ഞ ഒരു ചെറിയൊരു സങ്കടം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും കിരി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.